വിജയ്, ഈ ഹിന്ദുക്കൾക്ക് പ്രതികരണ ശേഷി ഇല്ലേന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. കാരണം ഈ സർക്കാർ തന്നെ ക്ഷേത്രത്തിൽ കയറി സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുക. ഹിന്ദുക്കൾ ആണോ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തീരും. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി അത് പോട്ടെ, അത് ആലോചിക്കണേക്കുമ്പോ വേറൊരു കാര്യം പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം ഏതെങ്കിലും ഒരു മറ്റു മതവിശ്വാസികളുടെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ വെച്ചുകൊണ്ട് ഒരു സംഗമം നടത്തും ഈ സർക്കാർ. അപ്പോഴും ഹിന്ദുക്കൾ പറയും അത് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി. അതെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അപ്പോഴും ഹിന്ദുക്കൾ പറയും അയ്യോടാ പൈസ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, മക്കൾ ചെയ്തിട്ട് പോകും എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ നെഞ്ചത്താണ്. അപ്പോൾ എല്ലാവരും പറയും, ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയും. പക്ഷെ പങ്കെടുക്കില്ല എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് പറയേണ്ടതല്ലേ ഇതിങ്ങനെ നടത്തരുത്. സർക്കാരിന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഹൈന്ദവരുടെ വിശ്വാസത്തെ പറയേണ്ട സംഘടനകൾ ഏതൊക്കെയാണ്? SNDP, NSS ഇങ്ങനെയുള്ള സംഘടനകളുണ്ടല്ലോ. അതെ, ഇവര് ഹിന്ദു സംഘടനകളുണ്ട്, പുലയ മഹാസഭ പോലുള്ള സംഘടനകൾ. ഇവര് പറയുന്നുണ്ട്, അവരല്ലേ പറയേണ്ടത്? അതെ, അവര് പോലും പറയുന്നില്ല. ചോദിച്ചത് ഈ പറയുന്ന ആളുകൾക്ക്, ഹൈന്ദവർക്ക് എന്തുമായിക്കോട്ടെ ആയോ പ്രതികരണ ശേഷിയൊന്നും ഇല്ലേ? അല്ല, അതാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പൊ ഈ 2018 യുവതീ പ്രവേശന വിവാദം നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നത്. ദേവസ്വം ബോർഡ് എന്നുള്ളത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളൊരു സാധനമാണല്ലോ. ഹിന്ദുവിൻ്റെ ആരാധന ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക ഒരു ബോർഡ്, ഒരു മന്ത്രി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് അത് പരിപാടി മതിയാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ കൈയിട്ട് വരുന്നു, അങ്ങനെയല്ല. പല ക്ഷേത്രങ്ങളും ഇതുപോലെ തകർച്ചയുടെ വക്കിലാണ്. സർക്കാരാണ് ആ സർക്കാർ ഉള്ളതുകൊണ്ടാണ് ആ ക്ഷേത്രങ്ങൾ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് എന്നൊരു ബോർഡ് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോട് തിരിച്ചു പറയാനുള്ളത്, നിങ്ങൾ സഹായിക്കണ്ടേ? തകർന്നു പോയിട്ട് ക്ഷേത്രം പോയാൽ ഹിന്ദുവിനല്ലേ വിഷമം? അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ വിശ്വാസത്തിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ എന്ന് പറയുമ്പം, ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസത്തിനെതിരെയുള്ള ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞാലേ അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം നമുക്കറിയാം, അവിടെ അടിസ്ഥാന സൗകര്യമില്ല അയ്യപ്പന്മാർക്ക്. അതായത് ഒരു ബാത്റൂമിൽ ശുചിമുറി ആയിക്കോട്ടെ, ഭക്ഷണം കഴിക്കാനായിട്ട്, കിടന്നുറങ്ങാനായിക്കോട്ടെ, ഇതിനൊന്നും ഒരു അടിസ്ഥാന സൗകര്യമില്ല. അതില്ല എന്ന് പറയുമ്പോഴാണ് 7 കോടി മുടക്കി ഇത് നടത്തുന്നത്. 7 കോടി ചുമ്മാ മുടക്കുമോ? ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്നിട്ടും ഓരോരുത്തർക്കും ഓരോ കാർഡ് ഉണ്ടല്ലോ. 1 കോടി മുതൽ 1 ലക്ഷം വരെയുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഭക്തരെ കാറ്റഗറൈസ് ചെയ്യുക. എന്നിട്ട് അവർക്ക് ഓരോ സീറ്റ് കൊടുക്കുക. ഈ വരുന്നത് ഭക്തരല്ല, അതല്ലേ വരുന്നത് ഭക്തരല്ല. അതായത് 3000-4000 പേരാണ് പമ്പയിൽ അയ്യപ്പ സംഗമത്തിനായി എത്തുന്നത്. ഈ ഭക്തരല്ല എന്ന് പറയാനുള്ള കാരണമുണ്ട്, പറയാം. അതാണ് ദേവസ്വം ബോർഡിന്റെ സ്ഥിരീകരണം. അപ്പോൾ എന്തിനാണ് ഇവർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു എത്തുംപിടിയില്ല. എന്ത് ചർച്ച ചെയ്യാനാണ്? ഇതൊന്നുമല്ല ഇവർ ചർച്ച ചെയ്യുന്നത്. ഏത് അമ്പലത്തിലെ വർഷങ്ങളായിട്ട് ഭക്തന്മാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇവരുമായിട്ട് ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഭക്തരാണോ? അല്ല. കാരണം എന്താ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്ന അയ്യപ്പന്മാരാണിത്. ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് വിദേശ രാജ്യത്ത്. കാശുള്ളവൻ്റെ വിഷമത്തിനേ വിഷമമുള്ളൂ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഈ വേദിയിൽ ഇവർ അവതരിപ്പിക്കുമെന്ന് മനസ്സിലായോ? NRI അയ്യപ്പന്മാരിൽ. അപ്പോൾ അതിനുശേഷം 3 സെഷൻ ഉണ്ടെന്ന്. ഈ 3 സെഷനുകൾക്ക് ശേഷം ശബരിമല ദർശനം നടത്താം. സെഷൻ കഴിഞ്ഞിട്ട് ശബരിമല ദർശനം നടത്താം. പ്രതിനിധികൾക്ക് ശബരിമലയിൽ പോവാം. പക്ഷേ അല്ലാത്തവർക്ക് പമ്പയിൽ തുടരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അതായത് അല്ലാത്തവർക്ക് തിരിച്ചു പോകാം, അതാണ് ഷെഡ്യൂളെന്ന്. പമ്പ വരെ എത്തുന്ന ഏതെങ്കിലും ഒരു അയ്യപ്പൻ തിരിച്ചു പോകുമോ? ഒരിക്കലും. ഒരു സ്വാമി, ഒരു അയ്യപ്പ ഭക്തൻ തിരിച്ചു പോകുമോ? ഇല്ല. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് പോവില്ല. അപ്പം അത് അയ്യപ്പ ഭക്തനാണോ? അങ്ങനെയുള്ളവർ അല്ല, അവർ അയ്യപ്പ ഭക്തരല്ല. കാരണം വിദേശത്തുനിന്ന് ഇപ്പം നമ്മൾ തന്നെ ശബരിമലയിൽ പമ്പ വരെ പോയി കഴിഞ്ഞാൽ ഇവിടെ പമ്പ വരെ വന്നു, ഇനിയിപ്പോൾ അയ്യപ്പനെ കണ്ടു പോകാമെന്ന് വിചാരിക്കുള്ളൂ. അല്ലെങ്കിൽ അത്രയും എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ 3000 അല്ലെങ്കിൽ 4000 പേരിൽ 3/4% പേരും അവിടേക്ക് പോകും. അവിടെ പോകാതിരിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതല്ല അവരുടെ ഉദ്ദേശം എന്നുള്ള കാര്യം വ്യക്തമാണ്, അല്ലേ? പമ്പയിൽ ഈ പ്രതിനിധികളെയൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ പിണറായി സർക്കാർ എന്ത് കാര്യത്തിനാണോ
വരുന്നത് എന്ത് കാര്യത്തിന് ശബരിമലയിൽ തൊട്ടാലും അതിലെല്ലാം ഒരു ഉടായ്പ് മണക്കും നമുക്ക്. അതിൽ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ഒരാളും ശബരിമല സന്ദർശിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമുക്ക് ഇല്ലാതാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായിട്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ പമ്പയിലെത്തി തിരികെ പോകാൻ ആരും തയ്യാറായില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല, ദർശനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ദർശനം നടത്തുക. ഈ എലൈറ്റ് അയ്യപ്പന്മാർക്ക്, അതായത് അയ്യപ്പന്മാരെന്ന് വരെ പറയുന്നില്ല, സമ്മേളന സ്വാമിമാർ എന്ന് പറയാം. സമ്മേളന സ്വാമി 3000-4000 സമ്മേളന സ്വാമിമാർക്ക് വേണ്ടി വെർച്വൽ ക്യൂ സംവിധാനം അറിയാമായിരിക്കുമല്ലോ. അയ്യപ്പന്മാരെ ഇപ്പോൾ വെർച്വൽ ക്യൂയിലൂടെയാണ് പോകുന്നത്. 50,000 പേരുടെ വെർച്വൽ ക്യൂ കട്ട് ചെയ്തിട്ട് 10,000 ആക്കി ചുരുക്കി ഇവർക്ക് പോകാൻ വേണ്ടി. മനസ്സിലായ? ഈ എലൈറ്റ് സമ്മേളന സ്വാമിമാർക്ക് പോകാൻ വേണ്ടി 40,000 പേർക്ക് ദർശനം നടത്താനുള്ള അവസരം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ 4,000 പ്രതിനിധിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം പോയാൽ മതി എന്നൊക്കെ ഉള്ളൊരു നിലപാടാണ് ഈ 4,000 പേർക്ക് എന്നിട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് 40,000 പേരെ ബ്ലോക്ക് ചെയ്ത് 4,000 പേർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആക്കിയിട്ട് ഈ 4,000 പേർക്ക് വേണമെങ്കിൽ പോയാൽ മതി. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ശബരിമലയിൽ പോകാൻ ഇഷ്ടമില്ലാത്തവരും ശബരിമലയിൽ പോകാൻ തയ്യാറല്ലാത്തവരുമാണ് ഈ സമ്മേളനത്തിൽ കൂടുന്നത് എന്നുള്ളതാണ് വ്യക്തം. സമ്മേളന സ്വാമികളെന്ന് വിളിക്കാവുന്ന ആ ഒരു തരത്തിലാണ് ഇവരുടെ ഒരു ഒരു നിലപാടും കാര്യങ്ങളൊക്കെ. എന്താണ് ചർച്ചിക്കുന്നതെന്നുള്ളതാണ് വേറൊരു കാര്യം. എനിക്കറിയില്ല ഇത് കൂത്താടാൻ വരുന്നതാണോ എന്നുള്ളത്. കാരണം റിസോർട്ടൊക്കെയാണ് ഇവർക്ക് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് താമസിക്കാനായിട്ട്, കേട്ടിരിക്കുമല്ലോ. അപ്പോൾ പമ്പയിൽ വന്ന് ഈ 3 സെഷനുകളും കഴിഞ്ഞാൽ പമ്പയിൽ പിന്നെ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ പമ്പയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഒരു പിടിയില്ല. അതായത് ശബരിമല ദർശനം നടത്തുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭക്തന്മാരാണെന്നുള്ളതാണ് ഇവിടെ അയ്യപ്പ മഹാസഭ ഉൾപ്പെടെ ചോദിക്കുന്നത്. അതായത് ശബരിമല ദർശനം നടത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ വരുന്നത് അവിടെ? 2019 പിന്തുടർന്നുകൊണ്ട് ശബരിമലയിൽ പിന്നെ ഒരിക്കൽ കൂടി ഈ വിവാദം പൊങ്ങി വരുന്നത്. അതായത് സ്വർണം പൂശാനുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. 2019 വിവാദം അറിയായിരിക്കുമല്ലോ. ഈ അവിടുത്തെ 2019 സ്വർണം പൂശിയപ്പോൾ ഉണ്ടായ നഷ്ടം 4.5 കിലോ സ്വർണം എന്നാണ് പറയുന്നത്. അതായത് 4.5 കിലോ 5 കിലോ സ്വർണ്ണമാണ്, അതിൽ 4.5 കിലോ നഷ്ടം എന്നാണ് പറയുന്നത്. അപ്പം 4.5 കിലോ സ്വർണം ഏത് വഴിക്ക് പോയി എന്ന് അന്വേഷിക്കാനായിട്ട് ഹൈക്കോടതി തന്നെ ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അതായത് ദ്വാരപാലകരെന്ന് പറയുമല്ലോ ഈ പീഠത്തിൻ്റെ. അപ്പോൾ അതിന് ദ്വാരപാലകരെന്ന് പറയുന്ന ആ ദ്വാരപാലകർക്കുള്ള സ്വർണം പൂശലുണ്ട്. അത് ചെമ്പ് ഇതാണ് അവരുടെ. അപ്പോൾ അതിലുള്ള സ്വർണം പൂശലാണ്. അതിലാണ് സ്വർണം മിസ്സായിരിക്കുന്നത്. അപ്പോൾ അത് ഹൈക്കോടതി തന്നെ ഇപ്പം ഒരു ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വച്ചിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ചെയർമാനോ ഇത് ആയിരിക്കില്ല അതിൻ്റെ പിന്നിലുള്ളത്. അത് ഈ 4 കിലോയുടെ ഉത്തരവാദികളവരായിരിക്കില്ല. പക്ഷേ അന്വേഷണം വരുന്നു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മിസ്സിങ് ആണെന്നുള്ളതല്ലേ. അത് ഭക്തന്മാരുടെ ഹൃദയത്തിന് എത്രത്തോളം വേദനിപ്പിക്കൂ എന്നുള്ളത് ഈ സർക്കാരിന് അറിയില്ല. ഇതൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ പറയില്ലേ, മറ്റേ നായ കടിക്കുന്നതിനെ പറ്റി ഒരു പഴഞ്ചൊല്ലില്ലേ, എന്താണ്? പിന്നെയും കടിച്ചാൽ എനിക്കത് മറന്നുപോയിട്ടുണ്ട്, ഞാനത് മറന്നുപോയി. എന്താണ്? അരിയും കടിച്ചു, അരിയും തിന്നു ആശാരിച്ചയും കടിച്ചു, പിന്നെയും പട്ടിക്ക് മുഴുവുറുപ്പെന്ന് പറയും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ കയറി പൂണ്ട് വിളയാടി 2 ആക്ടിവിസ്റ്റ് സ്ത്രീകളെ കൊണ്ടുവന്ന് അതിനകത്ത് പരിപാടി ഇതുപോലത്തെ ഇതെല്ലാം കാണിച്ചു. അപ്പോഴാണ് തന്ത്രി പറഞ്ഞത്, ഞാൻ പൂട്ടിയിട്ട് താക്കോൽ നിങ്ങളുടെ കയ്യിൽ തരാം, നിങ്ങൾ പൂജ ചെയ്തു എന്ന് പറഞ്ഞത്. അത് ആ നിലയിൽ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പോൾ 2019 ആ പൂശുന്ന സമയത്ത് അതിൽ നിന്ന് 4.5 കിലോ മിസ്സിങ് ആവുന്നു. ഇപ്പോൾ അടുത്ത സമ്മേളനം ഈ അയ്യപ്പന്മാരെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് 40,000 അയ്യപ്പന്മാരുടെ സന്ദർശനം ബ്ലോക്ക് ചെയ്തിട്ട് കുറേ അയ്യപ്പന്മാരെ കൊണ്ട് NRI അയ്യപ്പന്മാരെന്ന് പറയുന്നു, സ്വയം അവകാശപ്പെടുന്നവരെ കൊണ്ട് സമ്മേളനം നടത്തുന്നു. പക്ഷേ നടത്തിക്കോട്ടെ, ഇവരാരും ശബരിമലയിൽ പോകാൻ താല്പര്യമില്ലാത്തവർ. അപ്പോൾ ഇതെന്താണ് ഇവരോട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഞാൻ ചോദിക്കേണ്ടത്, വഖഫ് ബോർഡാണോ തീരുമാനം എടുക്കുന്ന ശബരിമലയിൽ നിന്ന് സംഭവിക്കണമെന്നുള്ളത്? അങ്ങനെ തോന്നും. കാരണം അതുപോലെയാണ് ഇവരുടെ പെരുമാറ്റം. എന്തായാലും ഇവരുടെ ഈ സ്വർണ്ണപ്പാളികളൊക്കെ ഈ സ്വർണം കടത്താൻ ശ്രമിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നു. അതാ പറഞ്ഞത്, സർക്കാർ ഇതിന് കൂട്ടു നിൽക്കുകയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അത്. അപ്പോൾ ഇതിപ്പോൾ നോർത്ത് ഇന്ത്യൻ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അവിടെയൊക്കെ ഇത് പറയുന്നത് അവർ പിണറായി വിജയ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിണറായി വിജയ് ഈസ് ഹെൽപ്പിംഗ് ലൂട്ടിങ് ദ ഇന്ത്യൻ ഹിന്ദു ടെമ്പിൾസ് എന്നാണ് പറയുന്നത്. നല്ല പേരായിട്ടുണ്ട് ഈ പാർട്ടിക്ക്. പാർട്ടിക്ക് മാത്രമല്ല, അതെ, സംസ്ഥാനത്തിന് തന്നെ ഒരു നാണക്കേടല്ലേ. എന്തായാലും ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും സ്വർണം കടത്താൻ ശ്രമിച്ച്
ശ്രമം നടന്നിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അത് വ്യക്തമാണ്. ഇനി ഇപ്പോൾ സ്വർണം ഇനി ഇതിനിടയ്ക്ക് അയ്യപ്പ സംഗമത്തിനിടയ്ക്ക് എന്തോ ഉടായ്പ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അയ്യപ്പനെ അവിടെ കണ്ടാൽ മതി, അയ്യപ്പനെ അവിടെ കണ്ടാൽ മതി, നീ തന്നെ കത്തോന്ന് പറയേണ്ട അവസ്ഥയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.